കേസി എന്ന് കേട്ടിരുന്നയിടത്ത് തുടക്കം മുതൽ ആത്മവിശ്വാസത്തോടെ കേരളം ഉറപ്പിച്ച പേരാണ് വി.ഡി. സതീശന്റേത്. കെ.സി. വേണുഗോപാലിന്റെ നേരെ ഇടയ്ക്ക് ചായാൻ തുടങ്ങിയ ഹൈക്കമാൻഡ് കേരളത്തിൽ വി.ഡിക്കുള്ള പിന്തുണ കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. പോസ്റ്റർ പ്രൊട്ടസ്റ്റ് ശരിക്കും ഹൈക്കമാൻഡിന് കൂച്ചുവിലങ്ങിട്ടു. ഹൈക്കമാൻഡിനെതിരെ പോസ്റ്റർ പ്രതിഷേധം എന്നത് നേതൃത്വം ഗൗരവത്തോടെയാണ് കണ്ടത്. കെ.സി. വേണുഗോപാലിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കൽപ്പറ്റയിലും കോഴിക്കോട് മുക്കത്തും രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ഇംഗ്ലീഷിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വയനാട് DCC ഓഫീസിന് സമീപമാണ് ആദ്യം പോസ്റ്ററുകൾ കാണുന്നത്. പിന്നാലെ മുക്കം നോർത്ത് കാരശ്ശേരിയിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്ത് AICC സംഘടനാ ജനറൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചാൽ കേരളത്തിലെ ജനങ്ങൾ മാപ്പ് തരില്ല എന്നും വയനാട് ഇനി അടുത്ത അമേഠിയായി മാറുമെന്നുമാണ് പോസ്റ്ററുകളിലൂടെ നൽകിയ മുന്നറിയിപ്പ്. ഹൈക്കമാൻഡ് കെ.സിയെ പ്രഖ്യാപിച്ചാൽ പ്രതിഷേധം ശക്തമാകും എന്ന് തന്നെ പോസ്റ്റർ രോഷപ്രകടനം സൂചന നൽകി. അവിടെ കെ.സിയെ വെട്ടാൻ ഹൈക്കമാൻഡ് നിർബന്ധിതരായി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം പ്രതിപക്ഷത്തിന്റെ സ്വരമാണ്. വി.ഡി. സതീശൻ വെറുമൊരു എതിർപ്പ് എന്നതിലുപരി ക്രിയാത്മകമായ വിമർശനങ്ങളിലൂടെ സർക്കാരിനെ തിരുത്തിയ വ്യക്തിയാണ്. കുടുംബത്തോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും വി.ഡി. സതീശൻ തന്നെ മണ്ഡലമായ പറവൂരിലെ ഓരോ വോട്ടറെയും നേരിട്ട് അറിയാറുണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് സ്വന്തം നാട്ടുകാരനാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF-നെ നയിച്ച പ്രധാന ചാലകശക്തി സതീശൻ തന്നെയാണ്. കേരളം വീണ്ടും ഒരു മാറ്റത്തിനായി കാതോർത്തപ്പോൾ സതീശനെ തന്നെയാണ് കേരളം മുഖ്യമായും മുഖ്യമന്ത്രി സ്ഥാനത്ത് കണ്ടത്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ എത്രത്തോളം വിജയിക്കും എന്നത് രാഷ്ട്രീയ കേരളത്തിന് പ്രതീക്ഷയാണ്. 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റം നിർദ്ദേശിച്ച സ്ഥാനത്തേക്ക് സതീശനെ കൊണ്ടുവന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആദ്യം മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തത്. പ്രതിപക്ഷ നേതൃപദവി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഒറ്റമൂലി ആയിരുന്നു. അതുവരെ ചിത്രത്തിലില്ലാതിരുന്ന സതീശൻ അങ്ങനെ കേരളം കണ്ട ഉശിരുള്ള പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായി. സോണിയയുടെ വിശ്വാസ നിക്ഷേപമായിരുന്നു അത് ഇരട്ടിപ്പിച്ച് തിരിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ സതീശന്റെ നേതൃത്വത്തിൽ ടീം UDF. സോണിയാഗാന്ധിയോട് സതീശന് സ്നേഹ ബഹുമാനങ്ങൾക്കപ്പുറം ഭക്തിയാണ്. സോണിയെ കണ്ടിറങ്ങുമ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങുമ്പോഴത്തെ ശാന്തി മനസ്സിൽ നിറയുന്നു എന്ന് സതീശൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നിലപാട് തന്നെയാണ് വി.ഡി. സതീശൻ. സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കലല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് സതീശൻ തിരിച്ചറിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ല. എന്തായാലും രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തീരെ ഇല്ലാതായപ്പോഴും കേരളത്തിൽ കോൺഗ്രസിന് ജീവൻ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു വ്യക്തി തന്നെയാണ് സതീശൻ എന്ന് പറയാം. സതീശൻ അത്രമാത്രം ഒരു ആത്മവിശ്വാസമായിരുന്നു ഇവിടെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നത്. അതിനുവേണ്ടി അദ്ദേഹം നയിച്ച പട ചില്ലറയല്ല. അതുകൊണ്ട് തന്നെയാണ് പട നയിച്ച അദ്ദേഹത്തിന് തന്നെ ഈ സംസ്ഥാനത്തിന്റെ നേതൃസ്ഥാനം കൊടുക്കണം എന്ന് ജനം ഒറ്റക്കെട്ടായി പറഞ്ഞത്. ജനങ്ങളുടെ ആ ഒരു വികാരം സതീശന് നേരെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഹൈക്കമാൻഡ് കളം മാറ്റിച്ചവിട്ടാൻ തുടങ്ങി. എന്തായാലും ആ കളം മാറ്റിച്ചവിട്ടലിന് 11 ദിവസത്തോളം ഒരു സമാശ്വാസത്തിന്റെ ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. കെ.സി. വേണുഗോപാലിനെ സമാശ്വസിപ്പിക്കണമായിരുന്നു. അതുപോലെ തന്നെ ചെന്നിത്തലയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണമായിരുന്നു. വെറും 11 ദിവസങ്ങൾ മാത്രമല്ലേ നീണ്ടുള്ളൂ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുമ്പോഴും ആ 11 ദിവസത്തിൽ ഹൈക്കമാൻഡ് ഫേസ് ചെയ്തത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. കേരളത്തിലുള്ള ജനങ്ങളുടെ ആ ഒരു വികാരം അതിനെ സതീശൻ മുഖ്യമന്ത്രി അല്ലാതെ ആവുകയാണ് എങ്കിൽ അത് വളരെ വലിയ രീതിയിൽ ഒരു കലാപമായി തന്നെ മാറും എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹൈക്കമാൻഡിനെ കേരളത്തിലുള്ള കോൺഗ്രസ് അത് ആർക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു 11 ദിവസങ്ങൾ കൂടിയായിരുന്നു ഇത്. പലരും പല അവസരത്തിലും ഹൈക്കമാൻഡ് സതീശനൊപ്പം നിൽക്കില്ല, ഹൈക്കമാൻഡ് കെ.സിക്കൊപ്പം നിൽക്കും എന്ന് തന്നെയായിരുന്നു ജനങ്ങളുടെ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആശങ്ക. പലരും ജെനുവിനായിട്ട് തന്നെ പറഞ്ഞത് അങ്ങനെ കെ.സി. വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് വരികയാണ് എങ്കിൽ അതൊരിക്കലും ഒരു ശരിയായ ഒരു തീരുമാനമാവുകയില്ല എന്ന് തന്നെയാണ്. കാരണം ഇത്രത്തോളം കോൺഗ്രസിന് ഒരു ജീവൻ നൽകി കേരളത്തിൽ 102 സീറ്റുകൾ പിടിച്ചെടുക്കാൻ വി.ഡി. സതീശൻ നടത്തിയ ആ ഒരു പടപ്പുറപ്പാട് എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിൽ ഉള്ള ഒരു കോൺഗ്രസ് പ്രവർത്തനം, അതിപ്പോ കേരളത്തിലായാലും മറ്റൊരു സംസ്ഥാനത്തായാലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമുള്ള ആർജവമല്ല. അത്രത്തോളം ആർജവത്തോടു കൂടിയാണ് വി.ഡി. സതീശൻ തന്റെ ആ ഒരു പട നയിച്ചതും. കേരളത്തിൽ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം 100 സീറ്റുകൾ എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇലക്ഷൻ സമയത്ത് ഒരു പ്രസ്താവന നടത്തിയത്. എന്നാൽ ആ 100 എന്ന് പറയുന്ന സ്ഥലത്ത് 102 എത്തിക്കാൻ വി.ഡി. സതീശന് സാധിക്കുകയും ചെയ്തു. എന്തായാലും ഹൈക്കമാൻഡിനും ഇത് ഒരു വലിയ മറുപടിയാണ്. കേരളം ആർക്കൊപ്പം എന്നത് അധികാരത്തിനൊപ്പമല്ല, അധികാര മോഹങ്ങൾക്കൊപ്പമല്ല,
കഠിനാധ്വാനിയും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെയാണ് കേരളം നെഞ്ചിലേറ്റുന്നത് എന്ന ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ 11 ദിവസങ്ങൾ ഹൈക്കമാൻഡിനും സമ്മാനിച്ചത്. എന്തായാലും അർഹതയ്ക്കുള്ള അംഗീകാരം അത് വി ഡി സതീശനെ തേടിയെത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പ്രതികരിച്ചത് ഇത് ദൈവനിയോഗമാണ്, താൻ ജനങ്ങൾക്കൊപ്പം അടുത്ത 5 വർഷം നിൽക്കും എന്ന് തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൽ അർപ്പിച്ച് കേരളം ഇന്നു മുതൽ അദ്ദേഹത്തോടൊപ്പം യാത്ര തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.